ഇന്ന് 1 കിലോയുടെ ഒരു വഞ്ചോ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 മുട്ട ഉപയോഗിച്ചാണ് കേക്ക് സ്പഞ്ച് റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് 2 വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും 1 ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് വൈറ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീമിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മിക്സിലെ ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെയറിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡായിട്ട് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് വയ്ക്കുന്നത്. അതിലെ ക്രീമിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെയറിലും ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ലെയറിൽ വൈറ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ചോക്ലേറ്റിൻ്റെ ക്രീം വെച്ച് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടെ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മുടെ വഞ്ചോയുടെ ഡിസൈൻ അങ്ങ് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. മുകളിൽ ഗണാഷൊക്കെ കൊടുത്ത് അപ്പോൾ അതായത് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് നന്നായിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ ഇതുപോലെ സ്പൂണിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ സ്പൂണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്ക് ഒന്ന് ചരിച്ച് പിടിക്കുമ്പോഴേക്കും എല്ലായിടവും ഈ ഗണാഷ് ഒന്ന് സ്പ്രെഡായി വരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയും അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ഈ കേക്കിനകത്ത് പേരെഴുതി കൊടുക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ജാസ്മിൻ വന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ആയതിനു ശേഷം താഴെ ഒരു ബോർഡറും കൊടുത്ത് കേക്കിൽ പേരെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് കൊടുക്കാനായിട്ട് 2 ഡ്രീം കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.